ജീവിത പരാജയം. ജീവിക്കാൻ ഒരു വഴി വേണ്ടേ? അന്ന് ഒരു ഗതി എനിക്കില്ല. ഗതി ഇല്ലാത്തോടത്തുനിന്നാണ് ഗതി കിട്ടുന്നത്. അത് പറഞ്ഞാൽ ഗതി ഇല്ലാതെ വന്ന് ഒക്കെ നശിച്ചു പോയപ്പോൾ ഞാൻ പഠിക്കുകയാണ്. എന്ത് പഠിക്കണം എന്നറിയാം. പിന്നെ പല വലിയ വലിയ മുതലാളിമാരും മറ്റവരൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കളിയൊക്കെ കാറി തുപ്പുക. നായരായി എനിക്ക് എന്താ അങ്ങനെയെന്ന്. അപ്പം ഈ ഒരു മാനക്കട ആലോചിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഞാൻ. അപ്പോൾ ഈ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം ഞാൻ ആളാകെ മാറുകയാണ്. എനിക്ക് തോന്നി ഇനി ജീവിക്കണം എന്ന് തോന്നി. പിന്നെ ഞാൻ വേറെ ചില കാര്യങ്ങൾ പഠിക്കുകയാണ്. കാരണങ്ങൾ ആലോചിക്കണങ്ങൾ ആ മഹാദേവൻ്റെ വിദ്യ. അങ്ങനെ ഞാൻ മധ്യമകർമ്മങ്ങൾ പഠിക്കുകയാണ്. മധ്യമകർമ്മങ്ങൾ നശിപ്പിക്കണം എന്നുള്ള ഇതിൽ പഠിക്കുകയാണ്. അങ്ങനെ പട്ടാമ്പിൻ്റെ ഒരു ഗുരുനാഥുണ്ട്. മൂപ്പരോട് ചെന്നിട്ട് അതിൻ്റെ വിദ്യകൾ ഉപദേശിക്കാൻ പഠിച്ച് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി അടുത്തേക്ക് ചെന്ന സമയത്ത് അടുത്തെത്തിക്കഴിഞ്ഞു. പിന്നെ സേവയാണ്. അത് ഇവിടെയല്ല സേവിക്കേണ്ടത്. കല്ലടിക്കോട് മലയുടെ മുകളിൽ നിന്ന് സേവ ചെയ്യണം. ബാക്കിയൊക്കെ ഞാൻ കഴിച്ച സമയത്ത് ആ സമയത്ത് എത്തിയ സമയത്ത് എനിക്ക് കാര്യപ്പെട്ട ഒരു ഇത് കിട്ടി. വേണ്ട, അത് പഠിക്കരുത്. ഉത്തമം മധ്യമം വേണ്ട, ഉത്തമം പഠിച്ചാൽ മതി. ജീവിക്കണം എല്ലാവരുടെ മുന്നിൽ. അച്ചാരൂടം പഠിച്ചീടിൽ വിശ്വത്തെ ജയിച്ചിടാം, അച്ചാരൂടം പിഴച്ചീടിൽ വെട്ടുകൊണ്ട് മരിച്ചിടാന്ന്. പിന്നെ അങ്ങോട്ട് തോന്നി എനിക്ക് നീ കാണാത്ത അമ്പുകൾ പഠിക്കണം. നേരിട്ട യുദ്ധം വേണ്ട, കാണാത്ത യുദ്ധം, ചരകൂട പ്രയോഗങ്ങൾ അങ്ങനെയുണ്ട്. മാന്ത്രികത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഓരോതും. നാനാരത്ന കിരോട ജലമണി മഹാകുണ്ടലം അസ്താഭ്യം കർമ്മമാന്ത്രേ. പിന്നെ അവിടുന്ന് അങ്ങോട്ടുണ്ട് ഞാൻ ചെല്ലുന്നില്ല. ഇങ്ങനെ തൊട്ടിട്ട് അങ്ങോട്ട് ചെല്ലി പിന്നെ അങ്ങോട്ട് ഇതാവുകയാണ്.